ബാബു, ഇതാര് നമ്മളെ ബ്രോക്കറെ മോനല്ലേ? അതെ, നീ മറന്നിട്ടില്ലല്ലേ? നിങ്ങളെ മറക്കാനോ? നല്ല കാര്യമായിപ്പോയി. അല്ല, എന്റെ ജയിൽപ്പുളി വന്നില്ലേ? വരാറായോ? നിങ്ങളെല്ലാവരും കൂടി ജയിലിലാക്കിയിട്ട് ഇപ്പൊ കുറ്റക്കാരവര്. കഷ്ടം കിട്ടോ ഉണ്ടല്ലടാ, നീ എന്ത് വർത്താനാ പറയണേ? അന്ന് ശരിയല്ലട്ടാ, നീ നടന്നോ, ഞാൻ വരാം. ബാബു എന്നാണ് പേരല്ലേ? എന്താന്ന് സംഭവിച്ചത്? എന്റെ വൈഫിന്റെ ഫ്രണ്ടാണ് അവള്. എടാ, നീ ഇവിടെ ഇരിക്കും, ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്കാം. ആ നാട്ടിലെ പണക്കാരിൽ പെടുന്ന ഒരു കുടുംബം തന്നെ ആയിരുന്നു അവരുടെ. അവർ 4 പെൺകുട്ടികളാണ്. ഉപ്പയും ഉമ്മയും അടങ്ങുന്നു ചെറിയ മക്കളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു. പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് മൂത്ത മകൾ ആ കുടുംബം നോക്കി ഇത്രത്തോളമാക്കി. എല്ലാം ഉള്ളിലൊതുക്കി ആ വീട്ടിൽ അവർ അങ്ങനെ ഒതുങ്ങിപ്പോയി. 3 അനിയത്തിമാരെയും സ്വന്തം മക്കളെ നോക്കുന്നത് പോലെയാണ് അവൾ നോക്കി വളർത്തിയത്. അവരുടെ എല്ലാ നല്ല ആവശ്യങ്ങൾക്കും അവൾ അവർക്ക് 3 പേർക്കും വിദ്യാഭ്യാസവും സംരക്ഷണവും കൊടുത്തു. അവർ പഠിപ്പിലും കലാപരമായ കാര്യങ്ങളിലും കഴിവ് തെളിയിച്ച് മുന്നേറി. ഈശ്വരന്മാരെ, എന്തൊരു ചന്ത ഈ പൂവെല്ലാം കാണാൻ. അടുത്തൊരു ജന്മത്തില് ഞാനൊരു പൂവായി മാറിയാ മതിയായിരുന്നു. ഈശ്വരന്മാരെ, എന്റെ ഡാൻസിനാണ് ഈ കൊല്ലുന്നത്. എന്ത് കുട്ടികളാ! ഇങ്ങനാണോ കുട്ടികള് ഡാൻസ് കളിക്കല്? ഇതാണോ ഡാൻസ്? ഞാൻ കാണിച്ചു തരാം. താം തൈ താം തൈ താം. നിർത്തി നിർത്തി, നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നേ? താത്ത താത്ത അന്ന് കളിച്ചൊരു ഡാൻസ് അന്ന് കളിച്ചു. അത് വേണോ? സൂപ്പറായിട്ടോ ഡാൻസ്. ഒന്നാം ക്ലാസ് ഒന്നുമല്ല, ഈ കണ്ടാ നിർത്തിപ്പോവും. ഫസ്റ്റ് ക്ലാസ്. ആയിക്കോട്ടെ, ഞാൻ പരിപാടി ഉണ്ട്. ഇരിക്കും, അതിനെക്കാട്ടും പരിപാടി ഉണ്ട്. സെറ്റാക്കി ഞങ്ങളിപ്പോൾ എന്തൊക്കെ മഴയൊക്കെ വരും ചളിമ്പളേ ഇപ്പോഴൊക്കെ നന്നാക്കി കൊടുത്തു. ഇത് തന്നെ വരാ, ഇത് തന്നെ തെറ്റിയിട്ടൊന്നുമില്ല. ഈ ബൈക്കൊക്കെ ഒന്ന് നന്നാക്കിയെന്ന് വെച്ചു. ഒരു 10-25 രൂപയെങ്കിലും ഇവിടെ നിർത്തിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. क्या बढ़ता
പിന്നെ നമ്മളെ ഷഹാനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. നല്ല ചെക്കനാ. ഓർക്ക് പൊന്നും പണം ഒന്നും വേണ്ട. ഞാനേ ഓർക്കൊന്ന് വിളിച്ചോ. ഹലോ, ആ നിങ്ങളെ എവിടെ എത്തി ചങ്ങായിമാരെ? തിരൂരാ? ഒന്ന് വേഗം വരും ചങ്ങായിമാരെ. ആ ഇപ്പൊ എത്തുന്ന ആയിക്കോട്ടെ. ഞാൻ ഇവിടെ കിട്ടാ പെണ്ണിന്റെ വരിയില്. എന്നാ ഓക്കെ. ഒരു എവിടെ കുട്ടിനെ വിളിക്ക്. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. ഒരു മഹന തടി ഉണ്ടാകും പെണ്ണ് മാറി കിട്ടും. ഇപ്പൊ തൂസിടാൻ ആർക്കാരെങ്കിലും പെണ്ണ് കിട്ടുമോ? കിട്ടുമോ? അല്ല എല്ലാരുണ്ടല്ലോ. നമുക്ക് ഷഹാനയെ ബാവുനുകൾ കെട്ടിച്ചാലോ? അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു ഷഹാനയെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്തു പറയുന്നു? നമുക്കൊന്ന് ആലോചിച്ചാലോ? അങ്ങനെ എനിക്ക് ഷഹാനിയെ കെട്ടിച്ചു തന്നു. പിന്നീട് അവർ 3 പേർ മാത്രമേ. ഇടയ്ക്ക് പുറത്തു പോകാറുണ്ട്. എങ്കിലും മക്കൾക്ക് ഷഹാന പോയതിൽ വിഷമമുണ്ട്. അത് പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. വേറെ സ്ഥലത്ത് കയറാൻ പോകുന്നു. പിന്നെ ഹലോ, എന്താ ആലോചിക്കുന്നേ? അതോ എൻ്റെ താത്ത ഒരു സഹോദരനായിരുന്നെങ്കിൽ എൻ്റെ താത്താക്ക് നല്ലൊരു ബന്ധം കിട്ടണം. അതിനെ പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. അതെ, അത് നമുക്ക് ശരിയാക്കാം. നീ ടെൻഷൻ ആവണ്ട, നമുക്ക് റെഡിയാക്കാം. നല്ലൊരു എന്തായി മറ്റേ കാര്യം വല്ലതും നടക്കുമോ? നടക്കും, നടത്തും. അവളാവുമ്പോ ആരോടൊന്നും പറയും. ഊമയല്ലടാ, ഊമ. ഒന്ന് പരിഗണിക്കണേ. അവൻ പറഞ്ഞ
അന്ന് രാത്രി വന്നു. അവരെ കയറി പിടിക്കുവാൻ ശ്രമിച്ചു. അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് അവനെ ആഞ്ഞുവെട്ടി. അവൻ കൊല്ലപ്പെട്ടു. അതൊക്കെ കണ്ട് ഇളയ അനുജത്തി നോക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ പോലീസ് എത്തി. അപ്പുറത്തല്ലേ? അതെ, വണ്ടി കൊണ്ട് വരില്ല, നിങ്ങളവിടെ നിന്നോളൂ. ആ ഒരു കൊലപാതകം നടത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കണല്ലേ? എന്നൊക്കെ അവളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. നാളെയാണ് അവർ ജയിക്കുന്നത്. അത് നീ സംസാരിക്കില്ലെന്ന് എനിക്കറിയില്ലേ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നീ ചെയ്തതെല്ലാം നിന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. മനസ്സിലായി. എന്താണ് ഉണ്ടായതെന്ന് തുറന്നു പറയാൻ എന്നെക്കൊണ്ട് അറിവില്ല. എന്നാലും മോളെ, നീ രക്ഷപ്പെടും. കാരണം ഉമ്മയും ഉപ്പയില്ലാത്ത 3 പെൺകുട്ടികളുടെ ദൈവമാണ് നീ. ഒരുപക്ഷെ ആ പുണ്യം കൊണ്ടാവാം ദൈവം നിന്നെ രക്ഷിച്ചത്. പിന്നെ ഞാൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണെന്ന് കരുതണം. സാരമില്ല, നിന്റെ ഉമ്മാടെ ഉപ്പാടെ പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതിയെന്നേ. ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കാണും. അങ്ങനെ അവൾ ആരോടും ഒരു പരാതിയും പരിഭവവും പറയാൻ കഴിയാതെ അനിയത്തിമാർക്ക് വേണ്ടി ജീവിച്ചു, മൗനത്തിലൂടെ.